മയക്കുമരുന്നിനെതിരെ പ്രചരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും പങ്കെടുപ്പിച്ച് കായിക യാത്ര സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. പിണറായി AKG മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച സ്കൂൾ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിന്റെയും ജിംനേഷ്യത്തിന്റെയും സ്റ്റേജിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടുത്ത അധ്യയന വർഷം മുതൽ പ്രൈമറി തലം തൊട്ട് സ്പോർട്സ് പാഠ്യവിഷയമാക്കും. മത്സരങ്ങൾക്കപ്പുറം വിദ്യാർത്ഥികൾക്ക് സ്ഥിരമായി നേട്ടം കൈവരിക്കാനും കായികക്ഷമത ഉറപ്പുവരുത്താനും നടപടി സ്വീകരിക്കും. അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ വിദ്യാലയങ്ങളും പ്രൈമറി തലം തൊട്ട് സ്പോർട്സ് ഒരു ഇനമായി പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ പാഠപുസ്തകങ്ങൾ അച്ചടി ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. അത് വരുന്നതോടുകൂടി ധാരാളം ആക്ടിവിറ്റീസ് നമ്മളെ കുട്ടികൾക്ക് ചെയ്യാൻ കഴിയും. പ്രൈമറി തലത്തിലാണെങ്കിൽ പുതിയ അധ്യാപകരെ, കായിക അധ്യാപകരെ നമുക്ക് നിയമിക്കേണ്ടതില്ല. പഞ്ചായത്തിൻ്റെയും കായിക വകുപ്പിൻ്റെയും സഹായത്തോടുകൂടി കുട്ടികൾക്ക് ഈ പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കാനും അത് പ്രാക്ടിക്കലായി അവർ കാണിച്ചു കൊടുക്കാനും കഴിയും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കൂടി കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കെതിരെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ കായിക മേഖലയിലുള്ള പുതിയ പ്രവർത്തനങ്ങളും എല്ലാ കുട്ടികളെയും കായിക മേഖലയ്ക്ക് ആകർഷിക്കാനുള്ള നിരവധി കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. മയക്കുമരുന്നിനെതിരെ പ്രചരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. പിണറായി AKG മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച സ്കൂൾ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിന്റെയും ജിംനേഷ്യത്തിന്റെയും സ്റ്റേജിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത അധ്യക്ഷത വഹിച്ചു. പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ മുഖ്യാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പൽ P ശ്രീജിത്ത്, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ APM മുഹമ്മദ് അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. 2 കോടി രൂപ ബജറ്റ് ഫണ്ട് ഉപയോഗിച്ചാണ് വിദ്യാലയത്തിൽ നൂതനമായ സംവിധാനങ്ങൾ ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.